Good morning. Good afternoon. Oh, it is good afternoon, but I'm seeing you after a long time, so I can say good morning. You say good afternoon. That's okay. It's been more than 50 years since we were married. Do you believe that? So we're going to sing a song to celebrate that. Can Lali come up, please? She's a good singer. But my voice breaks and I cannot get so much air now. So she's going to help me, or I am going to help her, whichever way you want to look at it. എന്നേശു രക്ഷകൻ എന്നല്ല ഇട എന്നുള്ളൊരു പാട്ട് നല്ലൊരു പാട്ടാണ്. അത് ഞങ്ങൾക്ക് ഒരുമിച്ച് പാടാമെന്ന് വിചാരിക്കുന്നു. എന്നേശു രക്ഷകൻ എന്നല്ല ഇട. എന്നേശു രക്ഷകൻ എന്നല്ല ഇടയൻ തന്നാടുകളിലൊന്നിനും ഇല്ലോരു കുറവും നന്മ മാത്രമേ പൂർണ്ണകൃപയും യേശുവേ നിന്നാടിനെ എപ്പോഴും പിൻചെല്ലും. തൻ ശബ്ദം കേട്ടു ഞാൻ സന്തോഷത്തോടെ താൻ തൻ മാർവിലെന്നെ അണച്ചു എൻ കണ്ണീർ തുടച്ചു. എൻ പാപമുറിവു യേശു പൊറുപ്പിച്ചു. തൻ സ്വന്തം രക്തം തന്നവൻ ആ നല്ല ഇടയൻ. നന്മ മാത്രമേ പൂർണ്ണകൃപയും യേശുവേ നിന്നാടിനെ എപ്പോഴും പിൻചെല്ലും. എന്നെ വിളിച്ചവൻ എന്നേക്കും വിശ്വസ്തൻ. താനന്ത്യത്തോളം എന്നെയും വീടാതെ സൂക്ഷിക്കും. തൻ സ്വഭാഗ്യവും മാറാത്ത തേജസ്സും യേശു തരുമെനിക്കും ഇങ്ങിൽ ലോർക്കുറവും. മാത്രമേ പൂർണ്ണകൃപയും യേശുവേ നിന്നാടിനെ എപ്പോഴും പിൻചെല്ലും. എന്നേശു തരും എനിക്കും ഇങ്ങില്ലോ കുറവും എന്ന് പറഞ്ഞു. എനിക്ക് I was a little emotional to think about that. ഇങ്ങില്ലോ കുറവും, because the Lord takes care of us every day of our lives, and we have nothing to worry because He takes care of us. So I have a question for you. Young ones first, as usual. What was the first? Oh, thank you. What was the first ever sin? ആദ്യത്തെ പാപം എന്തായിരുന്നു? Come on. You don't have any time to waste. We're already 10 minutes past. We have, hey, thank you. We have lunch today. So even if we go a little forward, don't worry. Relax. Hi. Huh? Nigalam. Ahangaram. Okay. That was the first thing. Okay. Oh. അതായിരുന്നു ആദ്യത്തെ പാപം എന്ന് പറയുന്നത്, അഹംഭാവം, നിഗളം. Okay, so this one says, you said in your heart, I will.
but he said that only in his heart. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ സാത്താൻ കുറേ കാര്യങ്ങൾ ചെയ്യും എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. In Isaiah 14:30 and 14 we see that. Some weeks back we heard from Papachan and Preston from Romans 12. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രിയ പാപ്പച്ചൻ സാറിനും അതുപോലെ പ്രശ്നം നമ്മളോട് സംസാരിക്കുകയുണ്ടായി. The gist of what it says in verse 3, 1-3 is not to be proud. ഒരിക്കലും നമ്മൾ നിഗളിക്കരുത്, അഹംഭാവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞതിൻ്റെ സാരാംശം. Because when we consider ourselves to be better than others, കാരണം നമ്മൾ മറ്റുള്ളവരെക്കാൾ നമ്മൾ അല്പം ശ്രേഷ്ഠരാണ് എന്ന് കരുതുമ്പോൾ we are proud and puffed up like Satan. നമ്മൾ സാത്താനെ പോലെ ഇങ്ങനെ ഒരു അഹങ്കാരവും നമ്മെക്കുറിച്ച് തന്നെ ഒരു ഉയർന്ന ഭാവവും ഉണ്ടാവും. The world and the worldly wants us to think that you are okay. ഈ ലോകവും ലോകത്തിലുള്ള സകല കാര്യങ്ങളും നമ്മൾ വളരെ സ്വയം പര്യാപ്തരാണ് എന്ന് വിശ്വസിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ്. You're worth it. നിങ്ങൾ സകല നിലയിലും പൂർണ്ണ ആയ ഒരു വ്യക്തിയാണ്. That is their message. അതാണ് ഈ ലോകത്തിന്റെ സന്ദേശം. But the message of the cross and the word says to consider others better than ourselves. എന്നാൽ ക്രൂശിന്റെ വചനം, ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠർ എന്ന് എണ്ണണം. If you go to Philippians chapter 2 verse 3, Paul has a message for us. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പൗലോസിന് നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. Do nothing out of selfish ambition, but in humility value others above ourselves. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. To consider others better than ourselves. മറ്റുള്ളവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് നമ്മൾ കരുതണം. Biju is a good singer, so I just want to sing one stanza of that song. But that is a big, long song, so I have one stanza that is similar to that. ഞാൻ നാശവഴിയിൽ തെറ്റിടുന്ന നേരത്തിൽ തൻ സ്വർഗഭാഗ്യം വിട്ടു താൻ എന്നെ അന്വേഷിപ്പാൻ. Let's sing this line and the chorus of that song. യേശു രക്ഷകൻ എന്നല്ല ഇടയൻ തന്നോടുകളിലൊന്നിനും ഇല്ലൊരു കുറവും നന്മ മാത്രമേ പൂർണ്ണ കൃപയും യേശുവേ നിന്നാടിനെ എപ്പോഴും പിൻചെല്ലും. ഞാൻ നാശവഴിയിൽ തെറ്റിടും നേരത്തിൽ തൻ സ്വർഗഭാഗ്യം വിട്ടു താൻ എന്നെ അന്വേഷിപ്പാൻ. തൻ ശബ്ദം കേട്ടു ഞാൻ സന്തോഷത്തോടെ താൻ തൻ മാറിലെന്നെ അണച്ചു എൻ കണ്ണീർ തുടച്ചു. നന്മ മാത്രമേ പൂർണ്ണ കൃപയും യേശുവേ നിന്നാടിനെ എപ്പോഴും പിൻചെല്ലും. May God help us to have this mind of Christ in us. ഇങ്ങനെയുള്ള യേശു ക്രിസ്തുവിൻ്റെ ഈ മനസ്സ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. That was then, but today let's talk of something related to that. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചിന്തിക്കുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. Let us read a verse from Leviticus 23. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിലെ ഒരു വാക്യം Verse വായിക്കാം. 3 says, 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു: 6 days shall work be done, but 7th day is the Sabbath of rest, a holy communion or convocation. You shall not do any work, it is a Sabbath unto God in all your dwellings. 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള
ശബത്ത്, അന്ന് ഒരു വേലയും ചെയ്യരുത്, നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശബത്താകുന്നു. We are going to talk about Sabbath. But before we go there, let's read chapter 1, verse 1. ശബത്തിനെ കുറിച്ച് ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. You can see this same idea in 3 and also in 10 and 14. The only difference is there is the ability for him to offer. The verse 3 says bull, then there is something smaller because he is not able, which is what is that? A sheep. Then there is a kurupra. What is that? A pigeon. So depending on whether you are able to bring or not, you are to bring it with humility. At the what does it? Verse 3 says, when you അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് വാതിൽക്കൽ, which means his humility. He is not to go up. Oh, I am bringing a big bull, so God accept me. No. യാഗം അർപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്നത് വലിയ വസ്തുവായതുകൊണ്ട് എനിക്ക് അകത്തേക്ക് നേരിട്ട് പ്രവേശനമുണ്ടെന്നുള്ള അഹംഭാവം കൂടാതെ അതിൻ്റെ വാതിൽക്കൽ വെച്ച് താഴ്മയോടെ അർപ്പിക്കണമെന്നാണ് 3-ാം വാക്യം പറയുന്നത്. 10-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. We need to go to the beginning of the Bible to see what the Sabbath means. ശബത്ത് എന്താണെന്ന് പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിലേക്കും ആദ്യ പുസ്തകങ്ങളിലേക്കും നമ്മൾ പോകേണ്ടത് ആവശ്യമാണ്. In Genesis 2, the first Sabbath, we read that God rests. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആദ്യമായിട്ട് ശബത്തിനെ കുറിച്ച് കാണുമ്പോൾ അവിടെ ഒരു വാക്യം ശ്രദ്ധേയമാണ്: യഹോവയായ ദൈവം വിശ്രമിച്ചു എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. On the 7th day, God rested. ദൈവം താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും തീർച്ച ശേഷം സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി എന്ന് വായിക്കുന്നു. On the 7th day, God ended his work and he made everything and he rested on the 7th day. That's what we read. God blessed the 7th day and rested and sanctified it. ആ 7-ാം ദിവസമായ ശബത്തിനെ ദൈവം അനുഗ്രഹിച്ചു, ദൈവം അതിനെ വിശുദ്ധമായി ശുദ്ധീകരിച്ചു എന്ന് ഉൽപ്പത്തി 2-ന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു. Sanctify. What does that mean? എന്താണ് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? Sanctify in simple terms means to set apart. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നീക്കി വയ്ക്കുക എന്നാണ് ശുദ്ധീകരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. Or to declare holy, or to consecrate, to set apart, to dedicate to God, to anoint, to ordain, to give the stamp of approval, to justify, to allow, to cleanse. All these usages have sanctify in them. ഈ ശുദ്ധീകരിക്കുക എന്ന വാക്കിന് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക, അതിനെ വിശുദ്ധമെന്ന് വിശേഷിപ്പിക്കുക, ഒരു പ്രത്യേക കാര്യത്തിനായിട്ട് അത് അഭിഷേകം ചെയ്തതിനെ മാറ്റിവെക്കുക എന്നുള്ള അല്ലെങ്കിൽ അനുവദിക്കുക എന്നുള്ള അർത്ഥങ്ങളാണ് ഈ വാക്കിനുള്ളത്. I mean, more or less the same meaning in all these words. ഈ വാക്കുകളെല്ലാം തന്നെ കാണിക്കുന്നത് ഒരേ ഒരു അർത്ഥത്തിലേക്കാണ്. So the Sabbath day was a holy day, HOLY day, a sanctified day. ശബത്ത് എന്ന് പറയുന്നത് ശുദ്ധീകരിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസമായിരുന്നു. But to some people, the Sabbath today is only a day off. എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ അനേകരുടെ ജീവിതത്തിൽ ശബത്ത് എന്ന് പറയുന്നത് ഒരു മറ്റു ജോലിയിൽ നിന്നൊക്കെ ഒരു ഒഴിവ് കിട്ടിയ ഒരു ഒഴിവ് ദിവസം മാത്രമായിട്ടാണ്. നമ്മൾ ഒരു ഹോളിഡേ എന്ന് പറയുന്ന പോലെ ഒരു അവധി, ജോലിയിൽ നിന്നും തിരക്കിൽ നിന്നും ഒരു അവധി എന്ന അർത്ഥത്തിലാണ് ചില ആളുകൾ ഇതിനെ കണക്കാക്കുന്നത്. But that is not what God wants us to do. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതല്ല.
It is not as though God said, I will take a little rest and we'll get back with it next week. കുറച്ച് സമയം ഞാനൊന്ന് വിശ്രമിച്ചിട്ട് അടുത്ത ആഴ്ച തിരിച്ച് ഇതിലേക്ക് വരാം എന്നുള്ള വളരെ പരിമിതമായ ഒരു അർത്ഥമല്ല അതിനുള്ളത്. No, his work of creation was done. ദൈവം തൻ്റെ സൃഷ്ടിയെ താൻ സൃഷ്ടിച്ച ആ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി ദൈവത്തിൻ്റെ സകല പ്രവൃത്തിയും പൂർത്തീകരിച്ചു എന്നാണ് It നമ്മൾ was to be a വായിക്കുന്നത്. Sabbath rest from then on in koinonia with man. മനുഷ്യനുമായി അല്ല, സകല പ്രവൃത്തികളിൽ നിന്ന് താൻ ഒരു വിശ്രമം എടുത്തിട്ട് മനുഷ്യനുമായിട്ട് ഒരു കൂട്ടായ്മ, ഒരു കൊയിനോനിയ അനുഭവിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. But remember, God had you and I in heart when he created this universe. ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ ഞാനും നിങ്ങളുമായിരുന്നു. But what happened? Satan came into scene and man chose to believe Satan rather than God. എന്നാൽ നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. സാത്താൻ പതുക്കെ ആ ചിത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. മനുഷ്യൻ സാത്താന്റെ വഴികളെയും വചനങ്ങളെയും അനുസരിച്ച് ആ വഴിക്ക് തിരിയുവാൻ തീരുമാനിക്കുന്നു. Because Adam believed Satan more, or he believed Satan, he disobeyed God. നമുക്കറിയാം ആദാമും ഹവ്വയും അവര് ദൈവം പറഞ്ഞ വാക്കുകൾക്ക് പ്രത്യേക അത് ഗവനിക്കാതെ അനുസരണക്കേട് കാണിച്ചു, സാത്താന്റെ വഴികളെ പിന്തുടർന്നു. Man lost his true Sabbath rest in Jesus. അതിന്റെ God ഭാഗമായിട്ട് right there. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവം സ്ഥാപിച്ച ആ ശരിയായ വിശ്രമത്തിൽ നിന്ന് ആ മനുഷ്യൻ വളരെയധികം വിദൂരപ്പെട്ടു പോയി. What is the real meaning of Sabbath then? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശബത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? Sabbath is all about relationship. ശബത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങൾക്ക് വളരെ അധികം, ഒരു ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. Let's go to Genesis chapter 3 verse 8. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവൻ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. And God called to Adam, where are you? യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. Does that mean that God did not know where he was? അതിന്റെ അർത്ഥം ആദാം എവിടെയായിരുന്നു എന്ന് ദൈവത്തിന് അറിയാൻ പാടില്ല എന്നായിരുന്നോ? It is not a warning that where are you? അത് നീ എവിടെയാണെന്ന് പറഞ്ഞ് ശക്തമായിട്ടുള്ള താക്കീത് ചോദിച്ചൊരു ചോദ്യം ചെയ്യലല്ല. It was a compassionate call, all knowing. എന്നാൽ ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് വളരെ സഹതാപം നിറഞ്ഞ ഒരു അന്വേഷണ ചോദ്യമായിരുന്നത്. That call to Adam reminds us of the story in Luke. ആ ദൈവം ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചതിനെ നമ്മൾ ഒന്ന് മനസ്സിലാക്കത്തക്കവണ്ണം ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു സംഭവം മനസ്സിലേക്ക് വരുന്നു. In Luke 15:20, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ, and the son arose and came to the father, but when he was yet a great way off, his father saw him and had compassion and ran and fell on his neck and kissed him. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു എന്ന് വായിക്കുന്നു. We read of his resolution, I will get up and I will say, I'm not worthy to be called your son, make me one of your servants. But you know what happened. മുടിയനായ പുത്രന്റെ മനസ്സിൽ അപ്പന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചിന്തകളൊക്കെ നമുക്കറിയാം. നിന്റെ വേലക്കാരിൽ ഒരുത്തിനെ പോലെ മാത്രം എന്നെ കാണണമേ, എന്നോട് ക്ഷമിക്കണമേ എന്നൊക്കെ ചിന്തിച്ചാ വരുന്നത്. എന്നാൽ the mercy of the father did not allow him to say anything. We read that he fell on his neck and kissed him. എന്നാൽ ആ അപ്പന്റെ ഹൃദയത്തിൽ നിന്നുള്ള കരുണയും സഹതാപവും കണ്ടപ്പോൾ ഈ മുടിയനായ പുത്രന് ഈ വാക്കുകളൊന്നും പറയുവാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. Going back to Genesis 3, why did God come to the garden in the cool of the breeze? എന്തുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനെ അന്വേഷിച്ച് ദൈവം ആ തോട്ടത്തിലേക്ക് വന്നത്? Because God desired fellowship with Adam and Eve. കാരണം ദൈവം ആഗ്രഹിച്ചത് ആദാമും ഹവ്വയുമായിട്ട് ഒരു കൂട്ടായ്മ, ഒരു ബന്ധം ഉണ്ടാകണമെന്നാണ്. That is the sense of Sabbath. അതാണ് ശബത്തിൽ നിന്ന് ശബത്തിന്റെ കാതലായ വിഷയം. God desires fellowship with you and me. നിങ്ങളും ഞാനുമായിട്ട് ദൈവത്തിന് ഒരു കൂട്ടായ്മ, ഒരു ബന്ധമുണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു. Satan tries to fight God always. എപ്പോഴും നമുക്കറിയാം സാത്താൻ ദൈവമായിട്ട് ഇങ്ങനെ മൽപ്പിടുത്തത്തിന് തയ്യാറായി നിൽക്കുകയാണ്.
But every time Satan tries his treachery against man, God's grace intervenes. എന്നാൽ ഓരോ പ്രാവശ്യവും പിശാച് മനുഷ്യനെ തോൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് അവിടെ ഒഴുകി വരികയും പിശാച് പരാജയപ്പെടുകയും. Going back to the days of Adam, you know what happened here, because his attempt to get Adam and Eve failed. So what he did? ആദാമിനെ ഹവ്വായെയും താൻ ഉദ്ദേശിച്ച പ്രകാരം പരാജയപ്പെടുത്തുവാൻ സാത്താന് കഴിയാഞ്ഞപ്പോൾ പിന്നെ എന്താണ് ചെയ്തത്? He tried to annihilate the human race through the flood of Noah. ഇതാ പിന്നെ ദൈവം അതായത് മനുഷ്യവർഗത്തെ പൂർണ്ണമായിട്ട് ആ വെള്ളപ്പൊക്കത്തിലൂടെ പ്രളയത്തിലൂടെ തുടച്ചു നീക്കുവാൻ ശ്രമിച്ചു. Because the human race had mingled and it became a hybrid people, and only 8 people were there that were not a hybrid nation. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന 8 പേര് മാത്രമുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും അവര് ഒരു തരത്തിലും മിക്സ് ചെയ്യുവാൻ പാടില്ലാത്ത ഗ്രൂപ്പുകളും ജാതികളുമായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ അവർ മലിനപ്പെട്ടുകൊണ്ടാണ് ദൈവം പ്രളയം ഭൂമിയിലേക്ക് അയച്ചത്. After the attempt to destroy the human race through the flood, then he tried to annihilate God's chosen people, Israel. അതിനുശേഷം നമുക്കറിയാം ഇസ്രായേൽ ജാതിയെ മൊത്തമായിട്ട് നശിപ്പിക്കുവാനുള്ള ശ്രമം സാത്താൻ ചെയ്തു. What happened in Israel through King Ahasuerus during Esther's time? എന്നാൽ എസ്തർ ജീവിച്ചൊരു സമയത്ത് അഹശ്വേരോശ് രാജാവിന്റെ സമയത്ത് ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ മൂലം ആ ഉന്മൂലനാശം ചെയ്യുന്ന ആ പദ്ധതിക്ക് വിരാമം വന്നു. Tried to cut off Messiah through King Herod. ഹെരോദ രാജാവിലൂടെ മശീഹായി പറഞ്ഞ യേശു ക്രിസ്തുവിനെ തന്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നശിപ്പിക്കാൻ വീണ്ടും സാത്താൻ ശ്രമിച്ചു. But all this failed. So what he does now? ഈ പദ്ധതികളെല്ലാം പൊളിഞ്ഞപ്പോൾ സാത്താൻ എന്ത് ചെയ്തു? Now Satan tries to destroy the work of God in the world by attacking the church. ഇന്ന് പിശാച് പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി, ഈ ഭൂമിയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നിവർത്തിക്കുന്ന സഭയെ താൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Therefore remember, you and I are his target. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പിശാച് ഉന്നം വെച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ്. In all these attempts, he miserably failed, Satan lost, and the Lord prevailed. ഇതുവരെയുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളും പൊളിയുകയെന്ന് മാത്രമല്ല, ആ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കർത്താവ് ജയോത്സവം കൊണ്ടാടുകയാണ്. Because God is all powerful, but he is also all just. ദൈവം സർവശക്തനാണ്, അതേസമയം ദൈവം പൂർണ്ണമായും നീതിമാനുമാണ്. He is all mercy and love, but he is also righteous. ദൈവം കരുണയും സ്നേഹവും നിറഞ്ഞവനാണ്, അതേസമയം തന്നെ താൻ നീതിമാനാണ്. നീതി പ്രവൃത്തികൾക്കാണ് ദൈവം മുൻതൂക്കം കൊടുക്കുന്നത്. So sin was punished on the cross of Calvary. കാൽവരി ക്രൂശിലെ പാപത്തെയും പിശാചിനെയും അവിടെ തകർത്ത് കളഞ്ഞു. We have no condemnation to fear. നമുക്കതുകൊണ്ട് ശിക്ഷാവിധി എന്ന വിഷയത്തെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. The penalty for all believers' sin was paid to the satisfaction of the righteous God. നമ്മുടെ പാപത്തിന് നാം അനുഭവിക്കേണ്ട ശിക്ഷ നീതിമാനായ ദൈവത്തിന് മുമ്പാകെ യേശുക്രിസ്തു അനുഭവിച്ചു. But remember, sin has a consequence. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, പാപത്തിന് എന്നും പ്രത്യാഘാതങ്ങളുണ്ട്. So we wait for some more time. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുകയാണ്. Let me try to explain it this way. ഞാൻ ഈ നിലയിൽ ഇതൊന്ന് വിശദീകരിക്കട്ടെ. Sabbath pictures God's goal for man. മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള യഥാർത്ഥ ലക്ഷ്യമാണ് ശബത്ത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. It is an awe-inspiring thought that only the human beings are created in the image of God, with body, soul and spirit. മനുഷ്യവർഗത്തെ പൂർണ്ണമായിട്ട് ദൈവം തന്റെ സ്വന്തം സദൃശ്യത്തിൽ സൃഷ്ടിച്ചത് ഒരു യാഥാർത്ഥ്യമാണ്. Of all the animals, God created only man with a free will. ഈ സകലത്തിനും ജീവനുള്ള സകലത്തിനും ദൈവം സൃഷ്ടിച്ചപ്പോഴും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, ആ തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം മനുഷ്യന് മാത്രമാണ് ദൈവം കൊടുത്തത്. So God wants man to go to him in worship, in humility. അതുകൊണ്ട് താഴ്മയോടെ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയോടെ സ്നേഹത്തോടു കൂടി അടുത്ത് ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He needs to go willingly, obediently and humbly. മനസാലെ അനുസരണയോടെ കൂടെ താഴ്മയോടുകൂടെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Remember, the Israelites came out of the Egyptian tyranny
with joy. മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ വിടുവിച്ചപ്പോൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് അവർ ആ യാത്ര തുടങ്ങിയത്. Because they were slaves there. കാരണം അവർക്ക് ആദ്യം സന്തോഷിക്കുവാനുള്ള കാരണമില്ലായിരുന്നു, കാരണം അവരവിടെ അടിമകളായിരുന്നു. But today they are free. They are full of joy. എന്നാൽ ഇന്ന് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, അവർ ആനന്ദത്താൽ നിറഞ്ഞവരാണ്. Why they are full of joy? Because none of them is lost. The lamb was slain for them. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര സന്തോഷമുള്ളത്? ശരിയാ, ഒരു കുഞ്ഞാടിനെ അവിടെ അറുക്കപ്പെട്ടു. ആ കുഞ്ഞാടിന്റെ അറുക്കപ്പെടൽ മുഖാന്തരമാണ് ഇത്രയധികം ആനന്ദം അവർക്കുള്ളത്. Deuteronomy 5:15 says, "Remember that you were slaves in the land of Egypt, and your God brought you out with a mighty hand. Therefore your God commands you to keep the Sabbath." ആവർത്തന പുസ്തകം 5-ാം അധ്യായം 15-ാം അധ്യായത്തിൽ നിന്ന് 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീ മിസ്രൈം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്ന് ഓർക്ക. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് That's a കൽപ്പിച്ചു. message to the Israel, but we too are redeemed people. അത് ഇസ്രായേലിന് ദൈവം നേരിട്ട് കൊടുത്തതാണെങ്കിലും വീണ്ടെടുക്കപ്പെട്ട ജനം എന്നുള്ള നിലയിൽ ഈ വാക്യം നമുക്കും We are വളരെയധികം also redeemed from the പ്രാവർത്തികമാണ്. slavery of sin. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ് ഞാനും നിങ്ങളും. Why did God redeem us? എന്തിനാണ് ദൈവം നമ്മെ വീണ്ടെടുത്തത്? Not merely to escape from the slavery, അടിമത്തത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി മാത്രമല്ല, or the hellfire, അല്ലെങ്കിൽ നിത്യ നരകത്തിൽ നിന്ന് എങ്ങനെയും ഒരു മോചനം ലഭിക്കേണ്ടതിന് മാത്രമല്ല, but that we might be His people to have a relationship with Him. നാം അവന്റെ ജനമാകുവാനും അത് മുഖാന്തരം ദൈവവുമായിട്ട് നിരന്തരമായ ഒരു ബന്ധമുണ്ടാകുവാനും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. So the answer to that tell us that we need a Sabbath. അതിൻ്റെ ഉത്തരം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഒരു ശരിയായ ശബത്ത് നമുക്ക് ആവശ്യമാണ്. God wanted us to have this Sabbath immediately after the creation. തൻ്റെ സൃഷ്ടി ദൈവം സകലതും സൃഷ്ടിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് ഉടനെ തന്നെ ഈ ശബത്ത്, ഈ ഒരു ബന്ധം ദൈവം മനുഷ്യനുമായിട്ട് സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചു. In 3:21 Genesis, we read of Adam and Eve. ആദാമിനെ ഹവ്വയെ കുറിച്ച് വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുന്നു. We read there that Jehovah God made coats of skin and clothed them. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്ന് What നമ്മൾ does that വായിക്കുന്നു. mean? Blood had to be shed. ഒരു മൃഗം മരിക്കണമായിരുന്നു, അവിടെ രക്തച്ചൊരിച്ചില് നടക്കേണ്ടി വന്നു. And the lamb was died. ഒരു കുഞ്ഞാട് അവിടെ ഒരു കുഞ്ഞാടിനെ അവിടെ കൊല്ലപ്പെടുകയുണ്ടായി. What does that point to? It points to the Lamb of God. ഇത് കർത്താവായ ദൈവത്തിന്റെ കുഞ്ഞാടിനെയാണ് ഇത് വിശേഷിപ്പിക്കുന്നത്, നമ്മെ ഓർപ്പിക്കുകയും ചെയ്യുന്നത്. Point to the Lamb of God who would die in due season for His ആ creation. തക്ക സമയത്ത് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തു മരിക്കുന്നതിനെയാണ് ഇത് കാണിക്കുന്നത്. Because of the sin of man, the Sabbath plan of God to have the immediate koinonia with man had to be postponed. ആ മനുഷ്യനുമായിട്ട്, മനുഷ്യന്റെ പാപം മുഖാന്തരം ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. In Romans 5:6 we read like this, as we read, in due time Christ died for the ungodly. ആ തക്ക സമയത്ത് തന്നെ കർത്താവായ യേശുക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു എന്ന് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. In Romans 5:6 we read, the Lamb of God died for us ungodly, for the ungodly man. നീതിമാന്മാരല്ലാത്തവര്, ആയിരിക്കുന്ന എനിക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കുഞ്ഞാട് കർത്താവായ യേശുക്രിസ്തു കൃത്യസമയത്ത്, തക്ക സമയത്ത് താൻ മരിച്ചു. Do you ever wonder why is there no peace in the world today? ഈ ലോകത്തില് എന്തുകൊണ്ടാണ് ഈ സമാധാനം ഇന്ന് നഷ്ടമായി വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Jesus tells his children not to be troubled. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. In John 14:7, peace I leave with you. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. Let not your heart be troubled, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, neither let it be afraid. നിങ്ങൾ ഭയപ്പെടുകയും അരുത്.
Why is there so much unrest? എന്തുകൊണ്ടാണ് ഇത്രയധികം ആശയക്കുഴപ്പം, ഇത്രയധികം ഒരു അസഹിഷ്ണുതയുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്? Because apart from God, we cannot find the rest that sin brings. ദൈവത്തെ കൂടാതെ പാപം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധ്യമല്ല. He promises us peace, but sin takes us away from it. കർത്താവായ യേശുക്രിസ്തു സമാധാനം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ പാപം നമ്മളെ അറ്റാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ സമാധാനം നമുക്ക് നഷ്ടമാകും. Today we can find only the Sabbath rest in Jesus. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ശരിയായ ഈ ഒരു ശാബത്തിന്റെ വിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സമാധാനം നമുക്ക് കണ്ടെടുക്കുവാൻ കഴിയൂ. Remember, Jesus said, not as the world gives, I give the peace. കർത്താവ് പറഞ്ഞ ശ്രദ്ധിക്കണമേ, ഈ ലോകം നിങ്ങൾക്ക് സമാധാനം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് What സമാധാനം does the world give us? ഈ ലോകം തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത എന്താണ്? Here they say salam alaikum. പരസ്പരം കാണുമ്പോൾ സലാം അലൈക്കും എന്നുള്ള ആ ഒരു ഗ്രീറ്റിംഗ് നൽകും. But that doesn't mean anything. അതിന്റെ എന്താണ് അതിന്റെ ശരിയായ That അർത്ഥം? doesn't give us any peace. അത് നമുക്ക് ഒരു സമാധാനം തരുന്നില്ല. In Arabic, this is Arabic actually. It means peace be unto you. അറബി ഭാഷയാണ് സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ സമാധാനം നിന്റെ മേൽ വരട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. Most people don't know what it means, but we all always reply alaikum assalam. പലർക്കും ഇത് അറിയാൻ പാടില്ലെങ്കിലും തിരിച്ച് വാ അലൈക്കും അസ്സലാം, സമാധാനം തിരിച്ച് നിങ്ങളിലേക്കും വരട്ടെ എന്ന് പറയും. പക്ഷേ അതിന്റെ അർത്ഥം പലർക്കും അറിയില്ല. So why is there no peace in the world today? ഈ ലോകത്തിൽ എന്തുകൊണ്ടാണ് സമാധാനമില്ലാത്തത്? Because of the people of the world are worldly. കാരണം ഈ ലോകത്തിലുള്ള ആളുകളെല്ലാം ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് പുറകെ, ലോകത്തിന്റെ പ്രമാണങ്ങൾക്ക് പുറകെ They are പോകുന്നതുകൊണ്ടാണ്. still ungodly. കാരണം അവരുടെ ജീവിതത്തിൽ വളരെയധികം ദൈവഭക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളുണ്ട്. They don't want to accept that they need a savior and Christ died for them too. ഒരു രക്ഷകനെ ആവശ്യമാണെന്നും യേശുക്രിസ്തു തങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ അവർ വിസമ്മതിക്കുന്നത് കൊണ്ടാണ്. The perfect rest is yet to come. ആ ശരിയായ ആ പൂർണ്ണമായ വിശ്രമം, ആ വിശ്രമത്തിനായിട്ട് നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. For we wait for that day when the Lord conquers death for all mankind. സകല മനുഷ്യവർഗത്തിന് മൊത്തമായിട്ട് മരണത്തെ എന്നേക്കുമായിട്ട് പരാജയപ്പെടുത്തുന്ന ആ ദിവസത്തിലേക്ക് നാം കാത്തിരിക്കുകയാണ്. In 1 Corinthians 15:26 we read the last enemy to be destroyed. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ കാണുന്നു ഈ ഏറ്റവും അവസാനം തകർക്കപ്പെടുവാൻ പോകുന്ന നമ്മുടെ ശത്രു എന്ന് പറയുന്നത് മരണമാണ്. Revelation 20:14 says death and hell were cast into the lake of. മരണത്തെയും നരകത്തെയും ആ നിത്യ അഗാധ കൂപത്തിലേക്ക് തള്ളിയിടും എന്നാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ The പറയുന്നത്. next chapter 21:14 says വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, there will be no more death, no mourning, no more crying out, no there will be any more pain. അവിടെ മരണമില്ല, അവിടെ കരച്ചിലില്ല, അവിടെ മുറവിളിയില്ല, അവിടെ വേദനയില്ല. Oh, we wait for that day, don't we? ആ ദിവസത്തിനായിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ? The first man chose to believe Satan and did not believe God that the day you eat of it you will surely die. ആദ്യ മനുഷ്യനായ ആദാം ദൈവത്തിന്റെ കൃത്യമായ കൽപ്പന, ഇത് ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന കൽപ്പനയെ പരിപൂർണമായിട്ട് അതിനോട് അനുസരണക്കേട് കാണിച്ചു. He chose to believe Satan. പിശാചിനെ അനുസരിക്കുവാനാണ് ആദ്യ മനുഷ്യൻ തീരുമാനമെടുത്തത്. Satan, we saw in the beginning that he was I will. That was his thinking. നമ്മൾ കണ്ടല്ലോ യെശയ്യാ പ്രവചനത്തില് സാത്താൻ പറയുന്നത് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊരു 5-6 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. But the second man, Jesus Christ, defeated Satan and death and invites his children to have sweet fellowship with him. എന്നാൽ രണ്ടാമത്തെ പുരുഷനായ യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ലോകത്തിലുള്ള ആളുകളെ തൻ്റെ മക്കളായി തീരുവാനും ആ കൂട്ടായ്മയിലേക്ക് താൻ ആഹ്വാനം ചെയ്യുകയും കൂടെയാണ്. That day is not far. ആ ദിവസം വിദൂരമല്ല.
That day God will have His plan of rest for all of us. നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരുന്ന ആ വലിയ ആ യഥാർത്ഥ ശാബത്ത്, ആ വിശ്രമം ദൈവം നമുക്ക് നൽകും. Until that day, may all of us enjoy God's peace. ആ ദിവസം വരുന്നത് വരെ ദൈവത്തിൻ്റെ ആ സമാധാനം എല്ലാ ദിവസവും നമുക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ. In your relationship with Philippians 2:5-8 says this. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. In Philippians chapter 2:5-8. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. Let's listen to this. ഈ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമേ. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. He became, even though he was God himself, he became nothing. That's what we read. താൻ ദൈവമായിരുന്നവൻ അവസാനം മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ താൻ അനുസരണമുള്ളവനായി തീർന്നു. So let's enjoy God's peace. ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ആസ്വദിക്കുവാൻ ഇടയാകട്ടെ. I wish all of you Shabbat Shalom. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ശബത്ത് ശലോം, ശബത്തിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. May God bless each one of us. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.